ഡിവൈഎഫ്ഐയും SFIയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാണാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും കഥ. 64ാം സ്കൂൾ കലോത്സവത്തിന് എത്തുന്ന മത്സരാർത്ഥികളെ കൃത്യമായി വേദിയിൽ വഴിതെറ്റാതെ എത്തിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതൃത്വത്തിലുള്ള ഈ ഓട്ടോ സംഘം. ഇത് കേട്ടിട്ടാണ് കൈരളി സംഘം എത്തിയിരിക്കുന്നത്. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് രണ്ടാമത്തെ വേദിയിലേക്കൊന്ന് പോവാം. ഇതിന്റെ ഒരു ആശയം അതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് SFI വഴിക്കാണ്. SFIക്കാരുണ്ട് ഡിവൈഎഫ്ഐക്കാരുണ്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചു. നമ്മളും പാർട്ടിയുടെ ആളുകൾ തന്നെയല്ല, അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്യാൻ കുഴപ്പമില്ല. 10 വണ്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ 10 വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ, അപ്പോൾ നമ്മളൊരു 10 വണ്ടി നമ്മുടെ ഇതിലുള്ള 10 വണ്ടി നമ്മൾ ഇവർക്ക് ഈ 4 ദിവസം ഓടാനായിട്ട് കൊടുത്തിരിക്കുക. പുതിയ തലമുറയുടെ ഒരു നല്ല ആശയം അല്ലേ? നല്ല ആശയമാണ്. എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ ഇവിടെ എത്തുന്ന മത്സരാർത്ഥികൾ ഇതിനെങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? മത്സരാർത്ഥികൾക്ക് ഭയങ്കര സന്തോഷം. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി വണ്ടി പല സംഘടനകളും ഇടണമെങ്കിൽ ഒരു ധാരാളം വണ്ടി കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ചെയ്തത് വളരെ നല്ല കാര്യമായി. അപ്പോൾ നമ്മുടെ കൊടിയും ബോർഡൊക്കെ നോക്കി വന്നിട്ട് ആൾക്കാർ അതിൽ കയറി വരും. ഇപ്പോൾ കലോത്സവത്തിനെത്തുന്നവരെ കൃത്യമായി വേദിയിൽ എത്തിക്കുന്ന ഈ ഒരു ഐഡിയ അത് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നത്? ഞങ്ങൾ മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു 64ാമത് സംസ്ഥാന കലോത്സവം വരുമ്പോൾ പ്രത്യേകിച്ച് കഠിനമായിട്ടുള്ള വെയിലാണ്. അപ്പോൾ വേദികളിൽ നിന്ന് വേദികളിൽ കുട്ടികൾക്ക് എന്തായാലും പോകേണ്ടി വരും. 25 വേദിയുണ്ട്. സ്വാഭാവികമായി നടന്നു പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടൊരു സമയം കൂടിയാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ SFI മുന്നേ തന്നെ കലോത്സവം ഇവിടെ നടത്തുന്നത് തീരുമാനിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി ഇടണം, കലോത്സവ വണ്ടി എന്ന നിലയ്ക്ക് നമുക്കൊരു സംവിധാനം ഏർപ്പെടുത്തണം. അതിപ്പോൾ നല്ല നിലയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിന് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് ഒരു ഉപകാരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ SFI കൂടിയുണ്ട് അല്ലേ? 2 സംഘടനകളും സംയുക്തമായിട്ടുള്ള ഒരു ആശയമാണിത്. അതെ. ഇപ്പോൾ വിവിധ കലോത്സവം നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും SFI വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തൃശ്ശൂർ നടക്കുന്ന ഘട്ടത്തിൽ ഒരു കലോത്സവ വണ്ടി എന്നൊരു രൂപകൽപ്പന SFIയും ഡിവൈഎഫ്ഐയും കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അത് വളരെ വിജയകരമായി ഈ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. കലോത്സവം കഴിയുന്നവരെ ആ പ്രവർത്തനം നടന്നു പോകും എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 64ാം സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ 25 വേദികളിലേക്ക് എത്തിക്കാൻ, മത്സരാർത്ഥികളെ എത്തിക്കാൻ ഇവിടെ ഓട്ടോ ചേട്ടന്മാർ റെഡിയാണ്. അതും SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിലുള്ള നമ്മുടെ സ്വന്തം തൃശ്ശൂരിലെ ഓട്ടോ ചേട്ടന്മാർ. ക്യാമറാമാൻ ആശ്രയ്, അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഓട്ടോ ചേട്ടന്മാർ എന്നിവരോടൊപ്പം ശരണ്യ പുയരി, കൈരളി ന്യൂസ്, തൃശ്ശൂർ.